എന്താടാ നേരം വൈകി? ഇവക്കൊക്കെ എന്തൊരു ഭാഗ്യ. ഇവരുടെ അച്ഛനും അമ്മ ഇവിടുത്തെ ടീച്ചർ മാഷൊക്കെ അല്ലേ. എൻ്റെ അച്ഛൻ എന്നെ തല്ലില്ല, എൻ്റെ അമ്മ നല്ല കയറിയും, എൻ്റെ പുസ്തകം നോക്കില്ല, ഒന്നും നോക്കില്ല. ദേടി ആരെ വരുന്നേ നോക്കിയേ. നീ ഒന്ന് ഇങ്ങോട്ട് പോന്നേ. മാഡം, വൈഫ് പ്രഗ്നന്റ് ആണ്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കോൾ വന്നിട്ടുണ്ട്. പാകുമാഷോട് 7B കാര്യങ്ങളൊന്നും നോക്കാൻ പറയോ? എന്താ മാഷേ, ഇടയ്ക്കിടയ്ക്ക് ലീവാണല്ലോ. ആ മാഷേ, രാജേഷ് മാഷെ എമർജൻസി ആയിട്ട് ഇപ്പൊ വീട്ടിൽ പോയിട്ടുണ്ട്. മാഷ ആ 7B ഒന്ന് അറ്റൻഡ് ചെയ്യൂ. അതെ, നീ എന്നെ പഠിപ്പിക്കരുത് വല്ലാതെ. ഈ സ്ഥാനത്ത് ഞാൻ ഇരിക്കേണ്ടതാ. സൈലൻസ്. എല്ലാരും നോട്ട് കംപ്ലീറ്റ് അല്ലേ? ചെയ്തിട്ടില്ലേ? എന്താ വീട്ടിൽ പോയിട്ട് പണി? അവിടെ ഇരിക്കേ. വീട്ടിൽ പോയ ഫോൺ നോക്കിയിരുന്നോണം. ഇങ്ങനെ ഇറങ്ങ. നീയൊക്കെ എന്താ വീട്ടിൽ പോയിട്ട് ചെയ്യണേ? അവിടെ പോയിരിക്കേ. ഹലോ. മാഷേ, അവള് 4 മണിക്ക് ഡോർ അടച്ചതാ. ഇതുവരെ ഡോർ തുറന്നിട്ടില്ല. സാരല്ല, അവൾക്ക് ആ വാശി എപ്പോഴും ഉള്ളതല്ലേ. അവള് തുറന്നോളൂ. മാഷ് ഇപ്പൊ എവിടെയാണ്? മാഷ് ഒന്ന് വേഗം വരൂ. ഞാനേ വായനശാലയിലൊന്ന് കേറി. അവള് ഡോർ അടച്ചിരിക്കുകയാണ്, തുറക്കുന്നില്ല. ഇതാ ഇപ്പൊ വരാം. മാഷേ, ശ്രീകുട്ടി 4 മണിക്ക് കഥ അടച്ചതാ. ഇതുവരെ തുറന്നിട്ടില്ല. ഞാൻ കുറെ പ്രാവശ്യം ഈ വാതിൽ തട്ടുന്നു. ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയൊക്കെ വേണ്ട വന്ന്. ഞാൻ ആദ്യമായിട്ട് കുറെ തല്ലിയോളെ. ഞാൻ വിളിച്ചവള് വാതില് തുറക്കും. ശ്രീകുട്ടി, ശ്രീകുട്ടി, വാതില് തുറക്ക്. മോളെ, ശ്രീകുട്ടി, ശ്രീകുട്ടി. മാഷേ, Happy birthday to you. Happy birthday, dear Babu Mashe. Happy birthday to you. Happy birthday, dear Babu Mashe. മക്കളെ, ഞങ്ങൾ മാഷന്മാർ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴും വീട്ടിലെ രക്ഷിതാക്കൾ നിങ്ങളെ ശകാരിക്കുമ്പോഴും ഒരിക്കലും നിങ്ങൾ ഡിപ്രസ്ഡ് ആവരുത്. നിങ്ങൾ വേറൊരു രീതിയിലും ചിന്തിക്കരുത്. നിങ്ങൾ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. മോളെ, ഉപ്പ. പാപ്പ, ഉമ്മ വീട്ടുകാരും മറ്റുള്ളവരും പറഞ്ഞത് ഉപ്പ ഭ്രാന്തനാണെന്നും ഉപ്പ തരുന്നൊരു സാധനം വാങ്ങിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്കറിയാം മോളെ. സോറി പാപ്പ. മനസ്സിലായി മോളെ. സാരല്ല, ഇപ്പോഴെങ്കിലും മോൾക്ക് എന്നെ മനസ്സിലായല്ലോ. അത് മതി.